ഓം ശാന്തി. ഞാൻ ഒരു ചൈതന്യ നക്ഷത്രം. ഈ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഞാൻ പരമാത്മ സ്നേഹത്തിൻ്റെ അധികാരി ആത്മാവാണ്. ഈ പരമാത്മ സ്നേഹം വിശ്വത്തിൽ കോടികളിലും ചില ആത്മാക്കൾക്ക് മാത്രം പ്രാപ്തമാകുന്നു. പരമാത്മ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. പരമാത്മ പിതാ നിരാകാരിയാണ്, നിരഹങ്കാരിയാണ്. കേവലം പരമാത്മ ശിവബാബ മാത്രം കുട്ടികൾക്ക് നിസ്വാർത്ഥ സ്നേഹം നൽകുന്നു. ഞാൻ പരമാത്മ സ്നേഹത്തിൻ്റെ അധികാരിയാണ്. പരമാത്മ സ്നേഹം ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ആധാരമാണ്. ഇത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജീവദാനമാണ്. ഈ ബ്രാഹ്മണ ജീവിതം പരമാത്മ സ്നേഹത്താൽ രമണീകമായിരിക്കുന്നു. എവിടെയാണോ ബാബയുടെ സ്നേഹമുള്ളത് അവിടെ സർവ്വതും സരളമായിരിക്കും. തീർത്തും പരിശ്രമത്തിൻ്റെ അനുഭവമുണ്ടാകില്ല. ഞാൻ പരമാത്മ സ്നേഹിയാണ്. എനിക്ക് കേവലം ഒരു പരമാത്മാവിനോടാണ് സ്നേഹം. ഞാനിപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ആകർഷണത്തിൽ വരുന്നില്ല. പരമാത്മ സ്നേഹത്തിൽ ലവ്ലീനായിരിക്കുന്നു. പരമാത്മ ശിവബാബയുടെ ആദ്യത്തെ ആജ്ഞയാണ് യോഗി ഭവ, പവിത്ര ഭവ. ഞാൻ പരമാത്മ സ്നേഹത്തിൽ ലവ്ലീനമായി ഈ ആജ്ഞ സഹജമായി അനുസരിക്കുന്നു. ദേഹാഭിമാനത്തെ ബലിയർപ്പിക്കുന്നു. പരമാത്മ സ്നേഹത്തിൽ അർപ്പിതമാകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ അലൗകിക ജന്മത്തിൽ പരിശ്രമത്തിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. ഇപ്പോൾ പഴയ സംസ്കാരങ്ങളുടെ ആകർഷണമില്ല. പഴയ ലോകത്തിൻ്റെ യാതൊരു കാര്യത്തിലും ആകർഷണമില്ല. സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി പരമാത്മ സ്നേഹത്തിൽ ലവ്ലീനമാകുന്നു. ബാപ്പ് സമാനമാകുന്നു. ബാപ്പ് ദാദ സദാ ഓരോ ആത്മാവിനെ പ്രതി സ്നേഹിയും സഹയോഗിയുമായിരുന്നു. അതുപോലെ ഞാൻ ആത്മാവും ഓരോ ആത്മാവിനെ പ്രതി സദാ സ്നേഹിയും സഹയോഗിയുമാകുന്നു. സർവർക്കു സ്നേഹവും സഹയോഗവും നൽകണം. ഞാൻ പരമാത്മ സ്നേഹത്തിന് അർഹരായ ആത്മാവാണ്. ദുഃഖിതർക്ക് സുഖത്തിൻ്റെ തുള്ളി നൽകുന്നു. വ്യർത്ഥം സമാപ്തമാക്കി ശക്തിശാലിയാകുന്നു. സമയം സമീപത്തേക്ക് കൊണ്ടുവരുന്നു. പരമാത്മ സ്നേഹം എനിക്ക് ഈ സംഗമയുഗത്തിൽ മാത്രം പ്രാപ്തമാകുന്നു. പരമാത്മ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ഞാൻ പരമാത്മാവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ബാബയ്ക്ക് സമാനമാകുന്നു.
ബാബ മനസ്സിലാക്കി തരുന്നു, സമയമടുക്കുമ്പോൾ വ്യർത്ഥ ചിന്തകൾ പോലും അപവിത്രതയുടെ ലക്ഷണമാണ്. സമയത്തെ സമീപം കൊണ്ടുവരുന്നതിന് പരമാത്മാവിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നിമിത്തമാണ്. ഇതിൻ്റെ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിക്കുന്നു. ആത്മാക്കൾക്ക് മനസാ സേവനത്തിലൂടെ സകാശ് നൽകുന്നു, ധൈര്യം നൽകുന്നു, ഉണർവും ഉത്സാഹവും നൽകുന്നു. ഞാൻ ഈ സമയത്ത് മനസാ സേവനം വർദ്ധിപ്പിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ആത്മാക്കൾക്ക് സ്നേഹത്തിൻ്റെയും സന്തുഷ്ടതയുടെയും സന്തോഷത്തിൻ്റെയും തുള്ളി നൽകണം. മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ബാബയെ പ്രത്യക്ഷമാക്കണം. ബാബ പറയുന്നു, വ്യർത്ഥത്തെ സമാപ്തമാക്കൂ, സദാശക്തരാകൂ, മറ്റുള്ളവരെയും ശക്തരാക്കൂ. സമാപ്തിയുടെ സമയം സമീപം കൊണ്ടുവരണം. ബാപ്പുദാദ വരദാനങ്ങൾ നൽകുന്നു. നിങ്ങളെല്ലാവരും ഭാവിയിലെ 21 ജന്മത്തേക്ക് സദാ സന്തോഷത്തോടെ ഇരിക്കൂ. വ്യർത്ഥമില്ലാതാക്കാൻ ദിവസവും മുരളിയിൽ വരുന്ന വരദാനവും സ്ലോഗനും കേൾക്കുന്നു. കണ്ണു തുറന്ന ഉടൻ ശിവബാബയോട് ഗുഡ് മോർണിംഗ് പറയുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മിക്കുന്നു, ഞാൻ ആത്മാവാണ്, ശിവബാബയുടെ കുട്ടിയാണ്. പരിധിയില്ലാത്ത വൈരാഗ്യവും കരുണയും അനുഭവപ്പെടുന്നു. ഞാൻ സങ്കല്പം ദൃഢമാക്കുന്നു, ദൃഢതയുടെ താക്കോൽ ഉപയോഗിക്കുന്നു. ഞാൻ കർമ്മയോഗിയാകുന്നു, കർമ്മയോഗി ജീവിതം ജീവിക്കുന്നു. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന സ്വരൂപത്തെ ഇമർജ് ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ രൂപത്തിലൂടെ പിതാവിൻ്റെയും ശിക്ഷകരെയും ലക്ഷണം പ്രത്യക്ഷമാക്കുന്ന അനുഭവി മൂർത്തിയാകുന്നു. ഞാൻ ഓർമ്മയുടെ യാത്രയിലൂടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ നിശ്ചയവും അനേക പ്രാവശ്യത്തെ വിജയത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ ലഹരിയുടെ സാഗരത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. സുഖദാതാവിൻ്റെ കുട്ടിയുടെ അടുത്ത് ദുഃഖത്തിൻ്റെ അലകൾക്ക് വരാൻ സാധ്യമല്ല. സർവശക്തിവാന്റെ കുട്ടി ശക്തിഹീനരാകില്ല. ഞാൻ പദവിയുടെ അനുഭവത്തിലിരിക്കുന്നു. അപ്പോൾ രൂപത്തിലൂടെ പിതാവിൻ്റെയും ശിക്ഷകന്റെയും ലക്ഷണങ്ങൾ സ്വതവേ പ്രത്യക്ഷമാക്കുന്നു. ആരുടെ മുഖത്തിലും പെരുമാറ്റത്തിലുമാണോ ദിവ്യതയുള്ളത്, അവരാണ് സത്യവാദി. ഓം ശാന്തി.